പ്രധാനപ്പെട്ട ഒരു വാർത്ത വരുന്നു. കടമെടുപ്പ് പരിധിയിൽ നിലപാടിൽ ഉറച്ച കേന്ദ്ര സർക്കാർ. കേരളത്തിന് 5000 കോടി എടുക്കാൻ അനുമതി നൽകാമെന്നാണ് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതി അറിയിച്ചത്. എന്നാൽ കേരളമാകട്ടെ 5000 കോടി തികയില്ല എന്നും 10000 കോടി കടമെടുക്കാൻ അനുവദിക്കണമെന്ന നിലപാട് കോടതിയിൽ സ്വീകരിക്കുകയും ചെയ്തു. ബി ബാലഗോപാൽ വിവരങ്ങൾ നൽകും. ബാലഗോപാൽ, വളരെ നിർണായകമായ ഒരു ദിവസമാണ്. കോടതിയുടെ ഇടപെടൽ എങ്ങനെ ഉണ്ടാകും എന്നതാണ് കാത്തിരുന്ന് കാണേണ്ടത്. ഇത്തവണ അനുവദിച്ചുകൂടെ അടുത്ത തവണ കൂടുതൽ കർശനമായ മാനദണ്ഡങ്ങൾ വയ്ക്കാം എന്ന് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നൊരു നിർദ്ദേശവും ഉണ്ടായതാണല്ലോ. എങ്ങനെയാണ് വാദം പുരോഗമിക്കുന്നത്? ഏതായാലും ദിവിഷ, ഇക്കാര്യത്തിൽ കേന്ദ്രവും കേരളവും തങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിന്നതോടുകൂടി കാര്യമായ പുരോഗതി ഇന്ന് സുപ്രീം കോടതിയിൽ ഉണ്ടായില്ല. കേന്ദ്ര സർക്കാർ ഇന്ന് സുപ്രീം കോടതിയിൽ അറിയിച്ചത് കേരളത്തിന് ഈ സുപ്രീം കോടതി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ 5000 കോടി രൂപ ആവശ്യമെങ്കിൽ ഈ കടമെടുക്കാനുള്ള അനുമതി നൽകാമെന്നതാണ്. പക്ഷെ അങ്ങനെ നൽകുമ്പോൾ ഈ അടുത്ത സാമ്പത്തിക വർഷത്തിൽ ആ 5000 കോടി രൂപ അവരുടെ കടമെടുപ്പ് പരിധിയിൽ നിന്ന് വെട്ടിക്കുറയ്ക്കുന്നത് ഉൾപ്പെടെയുള്ള ചില നിബന്ധനകൾ കേന്ദ്രം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിരുന്നു. കേന്ദ്രം ഇതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ പറഞ്ഞിരുന്ന കാര്യങ്ങൾ ഇവയാണ്. അടുത്ത സാമ്പത്തിക വർഷം കേരളത്തിന് ആകെ എടുക്കാൻ വേണ്ടി പറ്റുന്ന കടം ഏതാണ്ട് 33,000 കോടി രൂപയാണ്. ഇതിൽ 4000-ഓളം കോടി രൂപ ഈ ഓഫ് ബഡ്ജറ്റ് ബോറോയിങ്, അതായത് മുൻ വർഷങ്ങളിലെടുത്ത ഈ കിഫ്ബി പോലുള്ള സ്ഥാപനങ്ങളെടുത്ത ഓഫ് ബഡ്ജറ്റ് ബോറോയിങ്ങിൽ മാറ്റുകയാണെങ്കിൽ പിന്നീട് വരുന്നത് ഏതാണ്ട് 28,666 കോടി രൂപ ആണ്. എന്നാൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ 75% മാത്രമാണ് ആദ്യ 9 മാസം സംസ്ഥാനത്തിന് എടുക്കാൻ വേണ്ടി കഴിയുന്നത്. അതായത് 21,666 കോടി രൂപയാണ് എടുക്കാൻ വേണ്ടി കഴിയുന്നത്. പക്ഷേ കേരളം ഇപ്പോൾ ആവശ്യപ്പെടുന്നത് 15,000 കോടി നൽകുക എന്നതാണ്. ആ 15,000 കോടി നൽകുകയാണെങ്കിൽ പിന്നീട് കാര്യമായ തുകയൊന്നും അടുത്ത 9 മാസത്തേക്ക്, അതായത് അടുത്ത സാമ്പത്തിക വർഷത്തിൻ്റെ 9 മാസത്തേക്ക് കേരളത്തിന് ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് കേരളം കടുത്ത ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോകാനുള്ള സാധ്യതയാണ് ഉള്ളത്. ഈ സാഹചര്യത്തിൽ കേരളത്തിന് നിലവിൽ 5000 കോടി രൂപ മാത്രം ഉപാധികളുടെ അടിസ്ഥാനത്തിൽ നൽകാം, കടമെടുക്കാൻ അനുവദിക്കാമെന്നായിരുന്നു വ്യക്തമാക്കിയിരുന്നത്. പക്ഷേ ഈ നിർദ്ദേശം സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരായ സീനിയർ അഭിഭാഷകൻ കപിൽ സിബൽ നിരാകരിക്കാനുണ്ടായത്. നിലവിൽ കേരളത്തിന്റെ നിലപാട് ഈ പറയുന്ന തുക, അതായത് ഈ കേരളം മുന്നോട്ട് വയ്ക്കുന്ന 19,000 കോടി രൂപ കടമെടുക്കാനുള്ള അധികാരം കേരളത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ തങ്ങൾ നൽകിയ ഹർജിയിൽ വാദം കേൾക്കണമെന്ന് കേരളം ആവശ്യപ്പെടുകയാണുണ്ടായത്. കേന്ദ്രം പറയുന്നത് പോലെ 5000 കോടി കൊണ്ട് തങ്ങൾക്ക് പ്രതിസന്ധി പരിഹരിക്കാൻ വേണ്ടി കഴിയില്ല. അതുകൊണ്ട് ഈ കേസിൽ വാദം കേൾക്കണമെന്ന് കപിൽ സിബൽ ആവശ്യപ്പെടുകയും ചെയ്തു. കേരളവും കേന്ദ്രവും തങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിന്ന സാഹചര്യത്തിൽ ഈ ഹർജിയിൽ വിശദമായ വാദം കേൾക്കുവാൻ വേണ്ടി ഇപ്പോൾ സുപ്രീം കോടതി തീരുമാനിച്ചിരിക്കുകയാണ്. അടുത്ത വ്യാഴാഴ്ച ഈ കേസിൽ കേരളത്തിൻ്റെയും കേന്ദ്രത്തിൻ്റെയും വാദം കേട്ടതിന് ശേഷം ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാമെന്നാണ് ഇപ്പോൾ ജസ്റ്റിസുമാരായ സൂര്യകാന്തും KV വിശ്വനാഥും അടങ്ങുന്ന ബെഞ്ച് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. ദിവിഷ്. ബാലഗോപാൽ, ഇപ്പോൾ ഈ ആദ്യഘട്ടത്തിൽ ഇത്രയും തുക തന്നാൽ പിന്നീടുള്ള 9 മാസത്തേക്ക് കേരളത്തിന് പ്രത്യേകിച്ച് ഫണ്ട് വരാനില്ല. അങ്ങനെയെങ്കിൽ കേരളം വീണ്ടും സാമ്പത്തിക പ്രതിസന്ധിയിലാവും. നിലവിലെ പ്രതിസന്ധി മറികടക്കാൻ വലിയ തുക ആവശ്യമാണ്. ഇത് എങ്ങനെയാണ് ഈ വാദപ്രതിവാദങ്ങൾ ഇങ്ങനെ തുടർന്നാലും സാഹചര്യം ഒന്ന് മെച്ചപ്പെടുത്താൻ ഏതെങ്കിലും രീതിയിലുള്ള ഒരു സമവായത്തിലേക്കുള്ള സാധ്യതകൾ ഇനി അവശേഷിക്കുന്നുണ്ടോ? അതോ കൃത്യമായി സുപ്രീം കോടതി ഒരു തീരുമാനം പറയുന്നിടം വരെയാണോ കാര്യങ്ങൾ പോവുക? ദിവിഷ, സമവായത്തിനു വേണ്ടി പരമാവധി സുപ്രീം കോടതി ശ്രമിച്ചിരുന്നു. 2 തവണ സുപ്രീം കോടതി നിർദ്ദേശിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കേരളവും കേന്ദ്രവും തമ്മിലുള്ള ചർച്ചകൾ നടത്തിയിരുന്നു. പക്ഷേ ആ ചർച്ചകളിലൊന്നും തന്നെ കാര്യമായ തീരുമാനം ഉണ്ടായില്ല. തുടർന്നാണ് കഴിഞ്ഞ ദിവസം ഈ കേസ് പരിഗണിച്ചപ്പോൾ സുപ്രീം കോടതി തന്നെ വ്യക്തമാക്കിയത് ഈ കേന്ദ്ര സർക്കാരിനോട് ഒരു തവണത്തെ ഇളവിനെ സംബന്ധിച്ചുള്ള കാര്യം പരിഗണിച്ചുകൂടെ എന്നായിരുന്നു കേന്ദ്രത്തിനോട് ആരാഞ്ഞിരുന്നത്. തുടർന്നാണ് കേന്ദ്രം ഈ ഇളവ് സംബന്ധിച്ചുള്ള, അതായത് കേന്ദ്രത്തിന് നൽകാൻ വേണ്ടി കഴിയുന്നതിൻ്റെ പരമാവധി ഇളവ് എന്ന നിലയിൽ കേന്ദ്രം തങ്ങളുടെ നിലപാട് ഇന്ന് സുപ്രീം കോടതിയെ അറിയിച്ചത്. കേന്ദ്രം ഇക്കാര്യത്തിൽ പറയുന്നത് ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിന് മാത്രമുള്ള ഒരു നിയമമല്ല, രാജ്യത്തെ മുഴുവൻ സംസ്ഥാനങ്ങൾക്കും ഈ നിയമം ബാധകമാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിന് ഏതെങ്കിലും തരത്തിലുള്ള ഈ ഇളവ് നൽകുകയാണെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളും ഇതേ ഇളവ് ചോദിച്ചുകൊണ്ട് തങ്ങളെ സമീപിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ സുപ്രീം കോടതി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ചെറിയ ഇളവ് ഇത്തവണ നൽകാമെന്ന തലത്തിലാണ് ഈ 5000 കോടിയുടെ കഥ, അല്ലെങ്കിൽ ഈ 5000 കോടിയുടെ വായ്പ, ഈ കടമെടുക്കുന്നതിനുള്ള അനുമതി നൽകാമെന്ന ഒരു നിർദ്ദേശം അല്ലെങ്കിൽ ഒരു സജഷൻ കേന്ദ്രം സുപ്രീം കോടതിക്ക് മുമ്പാകെ വെച്ചത്. പക്ഷേ ആ ആവശ്യമാണ് ഇപ്പോൾ സുപ്രീം കോടതിക്ക് കേരളം ശക്തമായി നിരാകരിച്ചിരിക്കുന്നത്. കാരണം 15ാം ധനകാര്യ കമ്മീഷന്റെ ഈ വിവിധ എന്തായാലും ഈ തീരുമാനത്തിന് ഇനി നമ്മൾ കാത്തിരിക്കേണ്ടി വരും. എന്തായാലും കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി അത് വളരെ രൂക്ഷമായി തന്നെ തുടരുകയുമാണ്. അതേസമയം ഒരു ചെറിയ ഇളവെന്ന നിലയിൽ കേന്ദ്രം മുന്നോട്ട് വെച്ച ഒരു നിലപാടിനോട് അനുകൂല സമീപനമല്ല കേരളം
സ്വീകരിക്കുകയും ചെയ്യുന്നത്. കാത്തിരുന്നേ മതിയാവൂ. സാമ്പത്തിക പ്രതിസന്ധി മറികടക്കുകയും വേണം. എന്താണ് വഴിയെന്ന് സർക്കാർ ആലോചിക്കട്ടെ.